ഇരിക്കണ ഇരിപ്പ് വേണ്ട. ആ വലയിലും അവൻ വീണില്ല. നമ്മളൊരുക്കിയ SMS കെണി അവൻ എങ്ങനെയോ മണത്തറിഞ്ഞു. ഇനി ആ വഴിയും രക്ഷയില്ല. ആ CCTV കണ്ട ആളുകളിൽ ആകെ 10 പേരെ ഇനി ബാക്കിയുള്ളൂ. അതിലൊരാളായിരിക്കും നമ്മുടെ ശത്രു, ഉറപ്പാ. പോയി നോക്ക്. ഒരു കാര്യം ചെയ്യാം. പോലീസാണോ? ഇയാളാ സെക്യൂരിറ്റി. അയ്യേ, കമോൺ. എന്താ കാര്യം? ഫ്ലാറ്റ് മെയിൻ്റനൻസിന്റെ പൈസ ഇതുവരെ കൊടുത്തിട്ടില്ലല്ലേ? ഉടനെ അത് കൊടുക്കണം. പിന്നെ കഴിഞ്ഞ മാസത്തെ പാലിന്റെ പൈസ അതും കൊടുത്തിട്ടില്ല എന്നറിഞ്ഞു. കൊടുത്തിട്ടില്ലേ? 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 കൊടുത്തില്ലേ? കൊടുത്തിട്ടില്ല. ഇല്ല. സാറന്മാരെ നാറ്റിക്കരുത്. ഓ, ആ, ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. എന്താ? സാറിന്റെ തലക്ക് സുഖമില്ലേ? ഒരൊറ്റ കഷ്ണം പേപ്പർ പോലും പുറത്തേക്ക് പോയിട്ടില്ല. എന്താ ഇത്? അല്ല, അവൾക്ക് പല്ല് തേക്കാനുള്ള ബ്രഷും പേസ്റ്റും ഷാമ്പുവാ. ഇത്രയും വലിയ കവറിലോ? നോക്കട്ടെ. ഇതൊരു കട തുടങ്ങാനും മാത്രം ഉള്ളതുണ്ടല്ലോ. അല്ല, അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഏതാ ഉള്ള ബ്രാൻഡ് എന്ന് അറിയില്ലല്ലോ, അതുകൊണ്ടാ. ഒരു വലിയ ബ്രാൻഡ് അംബാസിഡർ. ഇതൊക്കെ ഞാൻ കൊടുത്തോളാം. മോൻ ചെല്ല്. ചെക്കന്റെ കാര്യം. ചേച്ചി, എന്താടാ? അല്ല, ഞാനൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട്. ഗുഡ് മോർണിംഗ് ഒക്കെ ഞാൻ പറഞ്ഞോളാം. അതല്ല, ഞാൻ നേരിട്ട് എന്റെ സ്വന്തം ശബ്ദത്തിലേ. സ്വന്തം ശബ്ദത്തിൽ പറയാ നീ ആരാടാ? യേശുദാസാ? ഒന്ന് പോടാ ചേക്കാ, നിന്ന് വട്ടം ചുറ്റാതെ പോടാ. ഇവിടെ സൗകര്യങ്ങളൊക്കെ കുറവാ. ഉറക്കമൊക്കെ ശരിയായോ? കൊതുകിന്റെ ശല്യം ജാസ്തിയാ അല്ലേ? അതെ. എന്താ നോക്ക്. ആ, പിന്നെ ഒരു ഗുഡ് മോർണിംഗ് ഉണ്ട് കേട്ടാ. എന്റെ വകയല്ല, ശ്രീയുടെ വക. എന്തിനാ ഇത്രയൊക്കെ? മൃതസഞ്ജീവനെ അന്വേഷിച്ചു പോയപ്പോ സംശയം വന്നിട്ട് ആ മല മുഴുവനും ചുമന്നോണ്ട് വന്ന ഹനുമാനെ പറ്റി കേട്ടിട്ടില്ലേ? അതുപോലെ മോൾ ഉപയോഗിക്കുന്ന ബ്രാൻഡ് ഏതാണെന്ന് അറിയാത്തതുകൊണ്ട് ഒക്കെ കൂടി വാങ്ങിക്കൊണ്ട് വന്നിരിക്കുക നമ്മുടെ ഹനുമാൻ. എന്നാ പിന്നെ മോള് കുളിച്ചൊന്ന് ഫ്രഷ് ആവ്. ഞാൻ പോയിട്ട് ഒരു കപ്പ് കാപ്പി ആയിട്ട് വരാം. ഞാൻ പോയി നോക്കിട്ട് വരാം. ആരായിരിക്കും? നോക്കാം. നീയോ? മനുഷ്യന്റെ നല്ല ജീവൻ പോയി. അല്ല, ഞാനേ തേച്ചോന്നറിയാൻ വേണ്ടി വന്നതാ. എന്ത്? പല്ല്. ഓ, തേച്ചില്ലെങ്കിൽ എന്താ, നീ തേപ്പിക്കോ? അത്യാവശ്യമാണെങ്കിൽ പിന്നെ. അത്യാവശ്യമാണെങ്കിൽ നടക്കണം. ഗുഡ് മോർണിംഗ്. എന്നാ പിന്നെ നിങ്ങള് സംസാരിച്ചിരിക്കെ, ഞാൻ കാപ്പി എടുത്തിട്ട് വരാം. ഇരിക്കും. സാറേ, മതി. തുമ്പത്തിരിക്കുന്ന എന്റെ തൊപ്പി തെറിക്കാതിരിക്കാൻ തൽക്കാലം എനിക്ക് ഈ തുമ്പ് മതി.
ഹലോ ഒരു ഇന്റർനാഷണൽ ക്രിമിനലിനെ കൈ കിട്ടിയിട്ടും നഷ്ടപ്പെടുത്തിയ പമ്പര വിധി. ഐ എം ഷുവർ അപ്പോ അവർ തന്നെയാണ് എന്റെ മകളെയും. അവരെ സിറ്റി വിട്ടു പോകാൻ അനുവദിക്കരുത്. ഇന്ന് രാത്രിക്കുള്ളിൽ അവരെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ തന്നെ തൊപ്പി ഞാൻ പറപ്പിക്കും. ഓ എന്റെ വ്യാകുല മാതാവേ, ഒരു അഭിനന്ദനം പ്രതീക്ഷിച്ച് എനിക്ക് കിട്ടിയത് പുളിച്ച തെറി. തൊപ്പി ധരിക്കാൻ ഒരു പുതിയ കാരണം കൂടി. ഡോൺ. ആരാണാവോ ഈ ഡോൺ പരമ നാറി? ബോസ് 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 നിങ്ങളായിരുന്നല്ലേ? യെസ് ബോസ്. ഞാൻ വിചാരിച്ചു പോലീസുകാരായിരിക്കും. ആ ഞങ്ങളെ പോരെ പോരെ പോരെ, നമ്മുടെ ആൾക്കാരാ. എല്ലാരും ഉണ്ട്. ഞങ്ങളെ ഒളിച്ചും പാത്തും കളിക്കുന്നു. പിന്നെ എന്താണ് രണ്ടുപേരും ബോസിനെ പ്രത്യേകിച്ച്? ഈ അവസ്ഥയിൽ കാണേണ്ടി വന്നത് ഞങ്ങൾ അതീവ കുണ്ടിത്തരാണ്. ഏ? ഞങ്ങൾക്ക് വിഷമമുണ്ട്. ബോസിന്റെ അവസ്ഥ അറിഞ്ഞതിന് ശേഷം ഇയാള് തുമ്പോളി കളപ്പുറത്ത് പോയി നെഞ്ചു പൊട്ടി പാടി പാടി മരിക്കാൻ പോയി. ഏത് പാട്ട്? ഇവനറിയാം. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചുട്ടത് മരുമോന് എന്നിട്ടോ? പക്ഷെ മരുമോൻ വന്നില്ല. ഛേ, അമ്മായിയുടെ ഒരു അവസ്ഥ. അതെ, കരയണ്ട, മരുമോൻ വരും കേട്ടോ. അഥവാ ഇനി മരുമോൻ വന്നില്ലെങ്കിൽ നമുക്ക് കൊണ്ടുവരും. കരയണ്ട. വെച്ചോ. എന്താ അത്? No! പൈസ തന്ന് എന്നെ വിഷമിപ്പിക്കരുത് പ്ലീസ്. ആനമലിച്ചെന്ന് വെച്ച് തൊഴുത്തി കെട്ടാൻ പറ്റുമോ? സോറി ബോസ്. സോറി ബോസ്. ഓക്കെ, പോട്ടെ. നമ്പർ 3 ഇവരെ കൊണ്ടാക്കിയിട്ട്